ഹലോ! ഹെൽപ്പ് മീ ലുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ലാസ്റ്റ് വ്ലോഗ് ഞാൻ കാണിച്ചത് നമ്മൾ കുറേ ചെടികളൊക്കെ മേടിച്ചതും ചട്ടികൾ മേടിച്ചതും ഒക്കെ ആയിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും പറഞ്ഞു പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വീഡിയോ ഇടണേന്ന്. ഞാൻ വലിയ കാര്യത്തിൽ എൻ്റെ ബില്ലൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്നു കേട്ടോ. കാരണം ഇതിൻ്റെ പേരൊക്കെ എനിക്ക് ഒന്നിൻ്റെയും പേരറിയത്തില്ല. അത് നോക്കി വായിക്കാമെന്നും പറഞ്ഞപ്പോൾ എഡിറ്റ് ചെയ്തപ്പോൾ ബില്ലും കാണാനില്ല, ഒന്നും കാണാനില്ല. ഇത് പാത്രത്തിൽ ഇരിക്കുന്ന ജൈവ കമ്പോസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ജൈവവളം ഉണ്ടല്ലോ. ഞാൻ അതിന്റെ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മുടെ അടുക്കള കമ്പോസ്റ്റിൽ നിന്നും ഉണ്ടാക്കുന്ന ജൈവവളം. അപ്പോൾ എനിക്ക് ഹെൽപ്പിന് വേണ്ടി ഞാൻ ചേച്ചിയും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം മറ്റൊന്നുമില്ല, നമുക്ക് കുറേ മണ്ണ് വേണം. നമ്മുടെ പറമ്പിൽ മണ്ണില്ല. ഉള്ളതൊക്കെ ഞങ്ങൾ ചിരണ്ടി 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 രണ്ടുപേരൂടെ ഇത്രയും മണ്ണ് ഒപ്പിച്ചു. കാരണം ഒന്നോ രണ്ടോ ചട്ടികളല്ല, നമുക്ക് ഏകദേശം 22 ചട്ടികൾ നിറയ്ക്കണം. അതിനുള്ള മണ്ണുണ്ടേലേ പറ്റത്തുള്ളൂ. അതിനകത്ത് ജൈവവളം ഇട്ടിട്ടുണ്ട്. പിന്നെ അവിടുന്ന് മേടിച്ച വേപ്പിൻ പിണ്ണാക്കും പിന്നെന്തുവായിരുന്നു, എല്ലുപൊടി അതുകൊണ്ട്. പിന്നെ എൻ്റെ വീട്ടില് ആടുള്ള സമയത്ത് അഞ്ചൽ നിന്നും ആട്ടുംപുഴുക്ക കൊണ്ടുവന്നായിരുന്നു. അതങ്ങ് പൗഡർ പോലായി. അപ്പോൾ അതും ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ എല്ലാരും കൂടെ തലങ്ങും വിലങ്ങും ഇട്ട് ഇളക്കി മണ്ണ് ശരിയാക്കുവാണ് കേട്ടോ. ആ കമ്പോസ്റ്റ് ഉള്ളത് ഫുള്ള് ഞാൻ അങ്ങ് ഇട്ടിട്ടുണ്ട്. അപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ചെടി വളരുന്നതോടൊപ്പം കമ്പോസ്റ്റിനകത്തുള്ള വിത്തുകളും വളർന്നു വരുന്നുണ്ട്. കുറച്ചൊക്കെ ഞാനെടുത്ത് അടുത്ത ചട്ടികളിലൊക്കെ ആക്കുന്നുണ്ട്. അപ്പോ ഇത് മൊത്തം ഞാൻ ചട്ടി നിറയ്ക്കാൻ മണ്ണല്ല ഇട്ടേക്കുന്നേ. ഞാൻ കുറച്ച് ഇത് കരിയില കുറേ നാളായിട്ടുള്ള ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. കാരണം എന്തേലും ആവശ്യം വന്നാൽ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള രീതിക്ക് ഞാൻ എപ്പോഴും നല്ല കരിയിലകൾ കിട്ടുമ്പോൾ, അത് റബ്ബറിന്റെ അല്ല, അല്ലാത്ത പ്ലാവ്, മാവ് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതിന്റെയൊക്കെ ഇങ്ങനെ ശേഖരിച്ച് വെക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതും യൂസ് ചെയ്തിട്ടുണ്ട്. മണ്ണ് മിക്സ് ചെയ്തപ്പോഴത്തേക്ക് ഇടപാട് തീർന്നു. കുറേ ഉണ്ടേ. അപ്പോൾ ഇതെല്ലാം മിക്സായി. ഞാൻ ഹെൽപ്പിന് ചേച്ചിയെ വിളിക്കാറുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വ്ളോഗിലും പറഞ്ഞിട്ടുണ്ടല്ലോ, ഹെവി പണിയൊന്നും ഞാൻ ചെയ്യിക്കാറില്ല കേട്ടോ. കാരണം അതിന് അത്രയ്ക്കുള്ള ആരോഗ്യമൊന്നും ഇല്ല. പിന്നെന്താണ്, വലിയ ചട്ടികളെല്ലാം ജോസൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. കൊച്ചു ചട്ടികളെല്ലാം ചേച്ചി കൊണ്ടുവച്ചു. മണ്ണെല്ലാം മിക്സ് ചെയ്തത് ഞാനും ജോസനും കൂടിയാണ്. കാരണം അതുകൂടെ ചെയ്യിപ്പിക്കാൻ, കാരണം അത്യാവശ്യം പണികൾ എനിക്ക് എന്താണ്, അരിയക്കം പറക്ക് ഇളക്ക് ഇതൊക്കെ ചേച്ചിയും കൊണ്ട് പറ്റും. ഇങ്ങനെയുള്ള കട്ടിപ്പണികളൊക്കെ ചെയ്യാന്ന് പറയും കേട്ടോ. അത് മാറി നിൽക്കത്തില്ല. ഞാൻ ചെയ്തോളാം ചെയ്തോളാം എന്ന് പറയും. പക്ഷെ നമുക്കൊരു മനസാക്ഷി ഉണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള കട്ടിപ്പണികളൊന്നും ഞാൻ ചെയ്യിക്കാറില്ല കേട്ടോ. നമുക്കറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാലോ. പിന്നെ എനിക്ക് ഹെൽപ്പിനൊരു ആള് വേണം, അതുകൊണ്ട് ഞാൻ വിളിച്ചതാ. കണ്ട് പഠിച്ചോണം എന്താ ചെയ്യുന്നതിന്. കേട്ടാ ചേച്ചി? ഇനിയുള്ള കാര്യം ഇങ്ങനെയുണ്ടെങ്കിൽ ചേച്ചിയുടെ കൂടെ നിന്ന് ചെയ്ത് പറഞ്ഞു കൊടുത്തോളാം. കേട്ടാ ചേച്ചി? കണ്ട് പഠിച്ചോണമെന്ന് ചേച്ചി. ഇന്ന് ഒഴിച്ച് റെഡിയാക്കിയിട്ട് നാളെ വേര് വന്നോന്ന് പുഴുതു നോക്കണം. ചേച്ചി ഇച്ചിരൂടെ മണ്ണ് മാറ്റി ചേച്ചി. മണ്ണ് പകുതി മതി, കുറേ മാറ്റിക്കോ. കുറേ മാറ്റി. ആ ചെടി മൊത്തം ഇതായി. ഉണ്ടോ? എല്ലാത്തിലും വെള്ളം ഒഴിച്ചാൽ മതി. ഇനി പോരും. മണ്ണിടി ചേച്ചി. ഇനി മണ്ണിട്. അങ്ങനെ ചെടി ഒരെണ്ണമായി. ഇനി അതിൻ്റെ അടുത്ത ജനറേഷൻ ഇവിടെ ഒരു 5 എണ്ണം കാണും. ചേച്ചി പിടിച്ചില്ലെങ്കിലാണ് വിഷമം. ഇത് പിടിക്കും, വെള്ളം ഒഴിച്ചാൽ മതി. നല്ല ചൂടുണ്ടായോണ്ടേ. ഇനി എവിടെ വെക്കണ്ടേ? കൈയോടെ എടുത്ത് പൊക്കി അങ്ങ് വെക്കാം. രാവിലെ 10:30 തുടങ്ങിയ പണിയാണ്. ഇപ്പോൾ വൈകിട്ട് 4:30. എല്ലാം ചട്ടിയിലോട്ടാക്കി ഇങ്ങോട്ട് എണീറ്റതേ ഉള്ളേ. കാണിക്കാം. അതിലെ ബാമ്പു ചെടി ആദ്യം ഇരിക്കുന്ന ആ ബ്രൗൺ കളറിലെ ചെടിയും പിന്നെ വേറെ ഒരെണ്ണവും, അതൊന്നും നമ്മൾ അവിടുന്ന് മേടിച്ചതല്ല. അന്ന് തന്നെ ഞങ്ങൾ ജോസന്റെ ഉപ്പാപ്പന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ. അപ്പൊ അവിടുന്ന് കുറച്ച് ചെടികൾ എടുത്തായിരുന്നു. അതാണ് ആ നട്ടിരിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ മേടിച്ചതാണ്. അതുപോലെ തന്നെ ആ കുരുമുളകിന്റെ തൈ പണ്ടേ മേടിച്ചതാണ്. അത് ചെറിയൊരു പ്ലാസ്റ്റിക് ചട്ടിയിലായിരുന്നു. അതിൽ നിന്ന് മാറ്റി ഇപ്പം
വലിയ ചട്ടിയിലോട്ടാക്കി അതിലോട്ട് മാറ്റി നട്ടേ പിന്നെ അത് ഇച്ചിരി ഒന്ന് പച്ച പിടിച്ച് വരുന്നുണ്ട്. നമ്മുടെ ആദ്യത്തെ തൈകളെല്ലാം ഈ ചെറിയ പ്ലാസ്റ്റിക് ചട്ടികളുണ്ടല്ലോ, അതിനകത്തായിരുന്നു നമ്മളെല്ലാം നട്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി മണ്ണിന്റെ ആകുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. പിന്നെ അത് ലൈഫ് ലോങ് ആണ്, നശിച്ചു പോകത്തില്ല. ഇടയ്ക്കൊന്ന് പെയിന്റ് അടിച്ചു കൊടുത്താൽ മാത്രം മതി. ഇതും നമ്മൾ അവിടുന്ന് മേടിച്ചതാണ് കേട്ടോ, തൂക്കിയിടുന്നത്. പക്ഷെ ഈ പൂവുള്ളത് ഒരു 4-5 ദിവസം അത്രേ നിന്നുള്ളൂ. അത് കഴിഞ്ഞ ഉടനെ അത് മൊത്തം കരിഞ്ഞു ഉണങ്ങി നശിച്ചു പോയി. ഞാൻ കുറേ ട്രൈ ചെയ്തു, അതിനെ ഒന്ന് രക്ഷിച്ചെടുക്കാൻ പറ്റിയില്ല. പക്ഷെ ബാക്കിയുള്ളത് മണി പ്ലാന്റിന്റെ പലതരത്തിലുള്ള പേരുകളുണ്ടല്ലോ, അതെല്ലാം 3 വെറൈറ്റിയാണ് കേട്ടോ. അതൊക്കെ കുഴപ്പമില്ല. അപ്പൊ ഇപ്പോഴത്തെ കുറെ സമയങ്ങൾ ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. കാരണം എത്ര നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിലും ഈ ഒരു ചെടിയുടെ അടുത്ത് ചെന്നിരിക്കുമ്പോൾ ഒരു പൂ കാണുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസമാണ് കേട്ടോ. ആർക്കൊക്കെ എങ്ങനെ തോന്നുന്നു എന്ന് എനിക്കറിയില്ല. ഇതിന്റെ ഒന്നിന്റെയും പേരുകൾ എനിക്ക് അറിയില്ല കേട്ടോ. കുറെ റോസകളുണ്ട് കേട്ടോ, റോസകളാകണം കൂടുതലും. നാടൻ റോസയും പട്ട് റോസയും കുഞ്ഞു കുഞ്ഞു റോസകളുണ്ടല്ലോ, അതിനൊക്കെ അവരോരോ പേര് പറയാറുണ്ട്. എനിക്കതൊന്നും അറിയത്തില്ലെന്നേ ഉള്ളൂ. ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു റോസകളാണ്. പിങ്ക് ഉണ്ട്, റെഡ് ഉണ്ട്, വെള്ളയുണ്ട്. ബാക്കി ഇലച്ചെടികള് നല്ല വെയില് വേണം. ഞങ്ങൾ ആദ്യം വെച്ചെടുത്ത് വെയിലില്ല. പിന്നെ ഇപ്പൊ ഒരു സംവിധാനമൊക്കെ ഉണ്ടാക്കി വെയിലത്തോട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് സാവധാനം കാണിക്കാം. എന്തായാലും ഇപ്പോഴത്തെ ദിവസങ്ങൾ ഇങ്ങനെ പോകുന്നു. രാത്രിയായാൽ കുറെ നേരം ഇവിടെ വന്നിരിക്കും, എല്ലാരെയും ഒന്ന് തട്ടുതലോടിയൊക്കെ നിൽക്കും. ഈ 2 പൂവുള്ളതുണ്ടല്ലോ, അതിന്റെ പേര് ജറബറ എന്നാ പറഞ്ഞേന്ന് തോന്നുന്നു. അത് പെട്ടെന്നൊന്നും ആ പൂവ് കൊഴിഞ്ഞു പോകത്തില്ല കേട്ടോ, കുറേ നാള് നിൽക്കും. ഇതിനകത്ത് എപ്പോഴും പൂവാണ് കേട്ടോ. ഇങ്ങനെ ഓരോ കൊലകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിനധികം വെള്ളം ഒഴിക്കണ്ടെന്ന് പറഞ്ഞു. ഈ നിൽക്കുന്നതും ആ താമരയുടെ കൂട്ട് നിൽക്കുന്നതും ജറബറ, അങ്ങനെ എന്തോ പേരാണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നു. അപ്പൊ ബാക്കിയൊക്കെ റോസാണ്. അപ്പൊ ഇതാണ് ചെടി വിശേഷങ്ങള്. ആ മാവിൽ ഇങ്ങനെ തൂക്കിയിട്ടത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. പക്ഷെ ഇതിന് ശേഷം ഞാനത് അവിടെ നിന്നൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതിനകത്തെല്ലാം മറ്റുള്ള തൈകൾ കിളിർത്ത് വന്ന് അതെല്ലാം ഞാൻ പിന്നെ കാണിക്കാം. ഇത് ഞാൻ ഓൺലൈനിൽ മേടിച്ചതാണ് കേട്ടോ. മുളയുടെ 2 ഉണ്ടായിരുന്നു. ഒരെണ്ണം നശിച്ചു പോയി, ഒരെണ്ണം ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടില് ഗ്യാസിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞിരുന്നല്ലോ. നമ്മൾ ലാസ്റ്റ് ബുക്ക് ചെയ്തതിന് ശേഷം 45-ാമത്തെ ദിവസമേ അടുത്ത ബുക്കിംഗ് നടക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടേ ഗ്യാസ് കിട്ടത്തുള്ളൂ. ബുക്ക് ചെയ്താൽ പിറ്റേന്ന് തന്നെ കിട്ടുമെന്ന് പറയുന്നു. ഞങ്ങൾക്ക് ഇപ്പൊ 44 ദിവസം ആയിട്ടുണ്ട്. ഇന്നലെ ബുക്കിംഗ് ചെയ്യാൻ പറ്റി 43-ാമത്തെ ദിവസം. പക്ഷെ ഇതുവരെ DSCO ഒന്നും വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു 45 ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അപ്പൊ എന്റെ അടുപ്പ് നേരത്തെ നിങ്ങൾ വ്ളോഗ് കണ്ടവർക്കറിയാം, ഈ ഇരിക്കുന്ന അച്ചാറുകളെല്ലാം അടുപ്പിന്റെ അവിടെ ആയിരുന്നു ഞാൻ വെച്ചിരുന്നത് എളുപ്പത്തിന് വേണ്ടി. അതുപോലെ ഈ അച്ചാറിന്റെ കുപ്പികളുണ്ടല്ലോ, കുപ്പി ഭരണികൾ ഒക്കെ അവിടെ ആയിരുന്നു വെച്ചിരുന്നത്. ആവശ്യമുള്ളപ്പോ പെട്ടെന്ന് അങ്ങോട്ട് എടുത്താൽ മതി, കഴുകി അവിടെ വെക്കും. അങ്ങനെയായിരുന്നു. പക്ഷെ നമ്മൾ അടുപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. കാരണം ഗ്യാസിന്റെ അഭാവം മൂലം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നേരത്തെ ഒക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ മടലും കൊതുമ്പും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് ഇങ്ങനൊരവസ്ഥ വരുമെന്ന് ആർക്കും അറിയില്ലല്ലോ. പണ്ട് ബോംബെയിലുള്ള സമയത്ത് ഞങ്ങൾ ചിന്തിച്ചിരുന്നു നാട്ടിലെ വീട് വിറ്റിട്ട് ബോംബെയിൽ നല്ലൊരു 2 ബെഡ്റൂം കിച്ചണോ 3 ബെഡ്റൂം കിച്ചണോ മേടിച്ച് അവിടെ സെറ്റിൽ ആകാമെന്ന്. പക്ഷെ കോവിഡ് വന്നപ്പോഴാണ് പലർക്കും ഒരു തിരിച്ചറിവ് ഉണ്ടായത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരു സ്വന്തമായിട്ടൊരു വീട് വേണം, അങ്ങനത്തെ ഉള്ളൊരവസ്ഥ വന്നെങ്കിൽ. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ പറയായിരുന്നു, ദൈവമേ അബദ്ധമൊന്നും കാണിക്കാൻ ഞാൻ നന്നായെന്ന്. അതുപോലാണ് വിറകടുപ്പിന്റെ കാര്യം. പല വീടുകളിലും വിറകടുപ്പില്ല ഇപ്പൊ പുതിയ വീടുകളില്. പിന്നെ മുറ്റത്ത് സംവിധാനമുണ്ട്. പക്ഷെ എനിക്ക് വേണമെന്നുണ്ടെങ്കിലും ഈ മുറ്റത്തൊരടുപ്പുണ്ടാക്കി ചെയ്യാം. പക്ഷെ എന്താ ചെയ്യാത്തെന്നറിയോ? ഈ അടുപ്പിലാണെങ്കിൽ നമ്മുടെ പാത്രം കരി പിടിക്കത്തില്ല, മൂടുഭാഗത്ത് മാത്രമേ കരി പിടിക്കൂ. മറ്റേ അടുപ്പെന്ന് പറയുമ്പോൾ നമ്മൾ അടുപ്പിൽ വെക്കുന്ന ചരുവവും കലവും മൊത്തത്തിൽ കരി പിടിക്കും. പിന്നെ അത് തേച്ച് കഴിയുമ്പോൾ ഇത്തിരി മെനക്കേടാണ്. ഇതാകുമ്പോൾ അതിന്റെ മൂട് മാത്രം മതിയല്ലോ. അപ്പൊ ഈ അടുപ്പ് കത്തിക്കുന്ന വിധം ഞാൻ നേരത്തെ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതിന്റെ എയർ കളയണം. പുറത്തുനിന്ന് ഓപ്പൺ ചെയ്തിട്ട് പേപ്പർ കത്തിച്ചിടുമ്പോൾ മുകളിൽ കൂടി ഇങ്ങനെ പുക വരും. അത് അന്നേരമാണ് നമുക്ക് മനസ്സിലാവുന്നത് എയർ നന്നായിട്ട് പോയി. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അകത്തുനിന്ന് അടുപ്പ് കത്തിക്കുമ്പോൾ പെരമൊത്തവും പുകയായിരിക്കും. എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. പിന്നീട് എന്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് ഈ അടുപ്പ് എങ്ങനെയാണ് കത്തിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നെ. ഒരു 3-4 പേപ്പർ ഞാനിങ്ങനെ കത്തിച്ചിടും കേട്ടോ. അപ്പൊ അതകത്ത് നന്നായിട്ട് കത്തണം. കണ്ടോ, അത് കത്തി ചിലപ്പോ ആ എയർ വലിച്ചുകൊണ്ട് പോകും പേപ്പറിനെ, നമുക്ക് അതിന്റെ സൗണ്ട് കേൾക്കാം. ഇങ്ങനെ നന്നായിട്ട് മുകളിൽ കൂടി പുക പോയി എയർ പോണം. അതിനുശേഷം അടച്ചു വെക്കാം. ഇതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അകത്ത് 3 അടുപ്പാണല്ലോ, 3 അടുപ്പില് രണ്ടാമത്തെ നടുക്കത്തെ അടുപ്പിലും ഇങ്ങനെ ചെയ്യാം. ഇത് നമ്മൾ അടുപ്പൊക്കെ കെട്ടിപ്പൂട്ടി എല്ലാം മാറ്റി അവിടെ ഒരു പലകയിട്ട് അതിനകത്തായിരുന്നല്ലോ അച്ചാറെല്ലാം ഞാൻ അടുക്കി വെച്ചിരുന്നത്. പഴയ വീഡിയോയിലുണ്ട് കേട്ടോ അതൊക്കെ. അപ്പൊ ഈ സംഭവങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി കബോർഡിനകത്ത് മാറ്റി വെച്ചിരുന്നതാണ്. അതിന്റെ അടപ്പും അതിന്റെ ആ ഇരുമ്പിന്റെ ആ
ഇതും ഒക്കെ. അപ്പൊ അത് എല്ലാം പൊടി എടുത്തു. വീണ്ടും ഈ വിളക്ക് ഞാൻ ബോംബെന്ന് വന്ന സമയത്ത് ആദ്യം ഈ വിളക്കൊക്കെയാ മേടിച്ചത് കേട്ടോ. എപ്പോഴാ ആവശ്യം വരുന്നതെന്ന് അറിയില്ലല്ലോ. അങ്ങനെ മേടിച്ചതാണ്. മണ്ണെണ്ണ ഓരോ പ്രാവശ്യവും റേഷൻ കടയിൽ വരുമ്പോൾ ജോസാന്റെ അടുത്ത് ചോദിക്കും, നമുക്ക് മണ്ണെണ്ണ വേണോ, ആവശ്യമുണ്ടോ? 1/2 ലിറ്റർ വെച്ചേ കിട്ടാറുള്ളൂ. ഞാൻ പക്ഷെ പറയും കേട്ടോ, വേസ്റ്റ് ആക്കണ്ട, നമുക്ക് എന്തെങ്കിലും ആവശ്യം വരും, കളയല്ലേന്ന്. ഒറ്റ പ്രാവശ്യത്തെ പോലും മണ്ണെണ്ണ കളയാറില്ല. അപ്പൊ എനിക്ക് അടുപ്പ് കത്തിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് നിങ്ങൾ ചിലരെങ്കിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചിന്തിക്കും, ഇപ്പം വേറെ ഗതിയില്ലല്ലോ അതുകൊണ്ട് പറയുന്നതായിരിക്കും. ഒരിക്കലും അല്ല, ഞാൻ ആദ്യം തൊട്ടേ പറയുന്നതാണ്. എനിക്ക് അടുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ സാഹചര്യം, സ്ഥലം ഇല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ എൻ്റെ അടുപ്പിനെ അടച്ചു വെച്ചതാണ്. ഇങ്ങനെ ഈ പുക പോന്ന കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ടത്തെ കാലത്ത് എന്റെ കുഞ്ഞിലെയൊക്കെ തൊട്ടടുത്ത വീട്ടിലുള്ളവര് രാവിലെ എണീറ്റോ ഇല്ലയോ എന്നറിയാൻ പെരയുടെ മേളിൽ നോക്കിയാൽ മതി. കാരണം ഓടാണെങ്കിൽ അതിനൊരു ഓടടുപ്പുണ്ട്. ഓടടുപ്പല്ല, പുകയോട്. ഓല മേഞ്ഞ വീടാണെങ്കിൽ അതിന്റെ മേളിൽ കൂടി ഇങ്ങനെ പുക പോകുന്ന കാണാം. അപ്പൊ അറിയാം ആ വീട്ടിൽ ആള് എണീറ്റു, കുഴപ്പമൊന്നുമില്ല, പാചകം തുടങ്ങി, അങ്ങനെയൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് നോക്കി നിൽക്കാൻ. അപ്പോ വിറകിന്റെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്, ഇവിടെ നേരത്തെ കുറെ വിറകുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ആ ഒരു ആവശ്യത്തിന് എടുത്തതാണ്. പിന്നെ ഇത് വലിയ തടിയാണ് കേട്ടോ, അത് കീറണം. ദിവസം രാവിലെ കൊറിയർ അയക്കാൻ പോയി. ഇപ്പം വെയില് കാലാവസ്ഥ, ചിലപ്പോൾ മഴ, വെയില് എല്ലാം മാറി മാറി നിൽക്കുവാണല്ലോ. രാവിലെ കൊറിയർ അയക്കാൻ പോകും. അതിനുശേഷം ദാണ്ടെ കൊറിയർ അയച്ചിട്ട് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് ഞാനിവിടെ എന്റെ പല പരിപാടികൾ ചെയ്യുവാണ്. മേളിൽ കുറച്ച് എന്നോ എടുത്തു വെച്ചതാണ് കേട്ടോ, എത്ര വർഷമായെന്ന് തന്നെ എനിക്കറിയത്തില്ല. കുറച്ച് മടലും കുഞ്ഞു വിറവുകളും ഒക്കെ, അതെല്ലാം വലിച്ചെടുക്കുവാണേ. നേരത്തെ കുറെ മടലും വിറവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ചേച്ചിക്ക് കൊണ്ടു കൊടുത്തു. ചിരട്ടകളും, നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നുണ്ട് ധാരാളം ചിരട്ടകൾ, അതെല്ലാം ചേച്ചിക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാക്കിയെല്ലാം കൊണ്ട് ഈ കഴിഞ്ഞിടെയാണ് കൊണ്ട് വിറ്റത്. ഇനിയിപ്പോ അടുത്ത ബാച്ച് ചമ്മന്തിപ്പൊടി ആവുമ്പോൾ ചിരട്ടയാവും. ഇത് ഞാൻ വെള്ളം തിളപ്പിച്ചതാണ് കേട്ടോ, ബൈ മിസ്റ്റേക്ക് തിളച്ചതല്ല. കഞ്ഞിക്ക് വെള്ളം വെച്ചപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചതാണ്. അതിനുശേഷം ആ വെള്ളം കുടിക്കാനായിട്ട് മാറ്റിയിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് കത്തിച്ചതാണ്. ഈ അടുപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ വിറകേ വേണ്ട. ഇപ്പൊ അരി നന്നായിട്ട് തിളച്ചു, ഒറ്റ കഷ്ണം പോലും വിറക് വെച്ച് കൊടുക്കണ്ട. ആ ചൂടത്ത് കിടന്ന് ഈ ചോറ് വെന്തോളും. അതാണ് ഈ അടുപ്പിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അപ്പൊ അതിനുശേഷം ഒരു ചമ്മന്തി അരച്ചു, പിന്നെ മുട്ട പൊരിച്ചു, തലേന്നത്തെ തോരനും ഉണ്ടായിരുന്നു, ഉച്ചയ്ക്ക് അതായിരുന്നു. ഇപ്പൊ മിക്കവാറും ദിവസങ്ങളിൽ അടുപ്പ് കത്തിക്കുന്നുണ്ട് കേട്ടോ. വിറക് ഞാനിപ്പോ എന്റെ ഈ വിറക് കുറവാണ്. ഞാൻ ജോസാന്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് മില്ലിൽ പോയി, ഈ മില്ലിലൊക്കെ ചെറിയ ചെറിയ പീസുകൾ കിട്ടുമല്ലോ, ഇവിടങ്ങളിൽ എല്ലാവരും അങ്ങനെയൊക്കെയാണ് മേടിക്കുന്നത്, വിറവില്ലാത്തവര്. അപ്പൊ നമുക്ക് മേടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അന്ന് തന്നെ രാത്രി കുറച്ച് ഇഞ്ചിക്കറി വെച്ചതാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഓണത്തിന് പലരും എൻ്റെ അടുത്ത് ഇഞ്ചിക്കറി വേണമെന്ന് പറഞ്ഞു. ആ ഇഞ്ചിക്കറി അല്ല ഇത്, അത് ശർക്കരയൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ശർക്കര ഇല്ലാത്ത എന്റെ വീട്ടിൽ വെക്കുന്ന സാധാ ഒരു തൊടുകറി പോലുള്ള ഇഞ്ചിക്കറിയാണോ. അപ്പൊ ഒരു ബാച്ച് വറുത്തെടുത്തു, അടുത്ത ബാച്ച് വീണ്ടും വറക്കാനായിട്ട് വെച്ചു. ജോസാൻ ഇതുണ്ടേ, പിന്നെ വേറെ ഒന്നും വേണ്ട, ഇവൻ ചപ്പാത്തി പോലും ഇത് കൂട്ടിയാ കഴിക്കുന്നത്. ഞാൻ വഴക്ക് പറഞ്ഞു, ജോസാൻ വയറിന് അസുഖം വരും, ഇങ്ങനെ കൂട്ടരുതേ, കാരണം ഇഞ്ചി എരിയുണ്ട്, അതിൻ്റെതായിട്ടുള്ള ഒത്തിരി പുളിയില്ല, എങ്കിലും ഇതൊക്കെ ഒരു തൊടുകറിയല്ലേ. പക്ഷെ ജോസാൻ ഇതുണ്ട്, പിന്നെ വേറെ ഒന്നും വേണ്ട. ഇത് വറുത്തതിന് ശേഷം ബാക്കിയുള്ളത് നമ്മുടെ ഗ്യാസിലാണ് ഞാൻ ചെയ്തത് കേട്ടോ. എന്റെ സിലിണ്ടർ ഉണ്ട്, പക്ഷെ ഞാൻ അത് തീർക്കാതെ വെച്ചിരിക്കുന്ന കേട്ടോ. അത്യാവശ്യം വരുമ്പോൾ നമുക്ക് ഗ്യാസ് അടുപ്പ് യൂസ് ചെയ്തല്ലേ പറ്റൂ, വിറവ് കത്തിക്കാൻ പറ്റില്ലല്ലോ. ഇൻഡക്ഷനും ഉണ്ട്. ഇപ്പം കുടിക്കാൻ വെള്ളമൊക്കെ തിളപ്പിക്കുന്നത് ഇൻഡക്ഷനിലാണ്, ചായ ഇടുന്നത് അതിനകത്താണ്. ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് ഞാൻ പിന്നെ ഏകദേശം ഒരു 12 മണി കഴിഞ്ഞു ഞാൻ ഇഞ്ചിക്കറി വെക്കാൻ തുടങ്ങിയപ്പോ തന്നെ. അതുകൊണ്ട് അതിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പം വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. ബൈ, ഗോഡ് ബ്ലസ് യു.